കരൂരിൽ കരിമ്പ് കൃഷിക്ക് പുനർജീവനം. കരിമ്പ് കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി തൊണ്ടിയോടി ചെറുനിലം പാടശേഖരത്ത് 2.5 ഹെക്ടറിൽ കരിമ്പ് കൃഷിക്ക് തുടക്കമായി. കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കരിമ്പ് കൃഷി കൃഷിയിടങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കരൂർ പഞ്ചായത്തിലെ കർഷകർ. കരൂർ പഞ്ചായത്തിലെ തൊണ്ടിയോടി ചെറുനിലം പാടത്തിലെ 2.5 ഹെക്ടർ സ്ഥലത്താണ് കരിമ്പ് കൃഷി നടത്തുന്നത്. ഇതിന് ആവശ്യമായ നടീൽ തണ്ട് മറയൂരിൽ നിന്നാണ് കർഷകർ സമാഹരിച്ചത്. ഈ വിഭാഗത്തിലെ 86,032 എന്ന ഇനത്തിൽപ്പെട്ട നടീൽ തണ്ടാണ് ഉപയോഗിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്. കരൂർ പഞ്ചായത്തിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയായ മധുരിമ കൃഷിക്കൂട്ടമാണ് കരിമ്പ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ 5 വർഷത്തോളമായി നെൽകൃഷി വിജയകരമായി നടത്തി വരികയാണ്. കരിമ്പ് ഇവിടെ തന്നെ സംസ്കരിച്ച് ശർക്കര, പാനി, ശീതളപാനീയം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കൃഷിവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു. 12 മാസം കഴിഞ്ഞാൽ ഇതിന്റെ വിളവെടുക്കാൻ കഴിയും. കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് കരിമ്പ് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും കർഷകർ പറഞ്ഞു. സന്തോഷ് KB, ജോസ് പൊന്നത്ത്, KK ശശീന്ദ്രൻ, KP സജി, MD സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഉദ്ഘാടനം ചെയ്തു. കരിമ്പ് കൃഷി നടീൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു K ജോർജ്, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് VT, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ വത്സമ തങ്കച്ചൻ, മോളി ടോമി, പ്രേമ കൃഷ്ണസ്വാമി, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡൻ ജോസഫ്, പ്രിൻസ് കുര്യത്ത്, മഞ്ജു ബിജു, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി സക്രിയാസ്, പാലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ട്രീസ സെലിൻ ജോസഫ്, കൃഷി ഓഫീസർ പരീദുദ്ദീൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബീന എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.